കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഒരുമിച്ച് വന്നത് നമുക്ക് അനുഗ്രഹമായി എന്ന് പറയുവാൻ ദൈവമിടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും 27-ാമത്തെ വാക്യവും നമ്മുടെ ചിന്തയ്ക്കായി വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ആ ഭാഗം മുതൽ 27-ാമത്തെ വാക്യവും ഇപ്പോൾ വായിക്കാം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുകയും ഞാൻ അവരെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെയും ആഗ്രഹമാണ് ദൈവശബ്ദം കേൾക്കണം. ചില ആളുകൾ പറയുന്ന പരാതിയാണ്, പാസ്റ്ററെ, ദൈവം എന്നോട് സംസാരിക്കുന്നില്ല, ദൈവം എന്നോടൊന്നും മിണ്ടുന്നില്ല. വേറെ ചിലർ അതിനെ ന്യായമായി പറയുന്നത്, ദൈവം അങ്ങനെ എല്ലാവരോടും ഇടപെടില്ല, വലിയ വലിയ പ്രവാചകന്മാരോട്, അങ്ങനെ പ്രത്യേകം ആത്മീയതയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളുകളോട് മാത്രമേ ദൈവം വന്ന് സംസാരിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഇന്നത്തെ എൻ്റെ ദൂത് ദൈവശബ്ദം എപ്പോഴും നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. എപ്പോഴും ദൈവം നമ്മോട് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആരെയും ദൈവം ഒഴിവാക്കിയിട്ടില്ല. ദൈവം അതിനകത്തൊരു വ്യത്യാസവും വെച്ചിട്ടില്ല. എല്ലാവരോടും നിരന്തരം ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചോദ്യം, എന്തുകൊണ്ട് എന്നോട് ഇടപെടുന്ന ദൈവശബ്ദം, എന്നോട് സംസാരിക്കുന്ന ദൈവശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല? ഒരു വലിയ ചോദ്യമാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവശബ്ദം കേൾക്കാതെ ജീവിക്കുന്നത് വലിയ പരാജയത്തിലേക്ക് നമ്മളെ നയിക്കും. സ്തോത്രം. കർത്താവ് പറയുക, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. സ്തോത്രം. ആടുകൾക്ക് ഇടയൻ്റെ ശബ്ദം കേൾക്കാതെ ജീവിക്കാൻ പറ്റില്ല. മുമ്പിൽ എന്താ പ്രശ്നമുണ്ടെന്ന് അവർക്കറിയില്ല, ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അവർക്കറിയില്ല. അല്ലേ? നിങ്ങൾ ഇന്ന് പകൽക്കാലം എനിക്കിതെല്ലാം അറിയാം പാസ്റ്ററെ എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവത്തിൽ നിൽക്കുന്നത് കൊണ്ടാ. പകരം നിങ്ങളൊരാടിനെ ചിന്തിച്ചു നോക്ക്. ആമൻ അതിന് മുമ്പിലുള്ള തടസ്സങ്ങൾ അറിയത്തില്ല. ആമൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. ദിശ പോകേണ്ട വഴി അതിനറിയില്ല. ഒരു ഇടയൻ നിന്ന് അതിന് വഴി കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അതിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. കാരണം ഇടയന് മാത്രമേ ശരിയായ വഴി, ശരിയായ ലക്ഷ്യം അറിയുകയുള്ളൂ. ഇന്ന് പകൽക്കാലം നമ്മൾ ഒത്തിരി ബുദ്ധിമാന്മാരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒത്തിരി കഴിവുള്ളവരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാനിന്ന് നിങ്ങളോട് പറയുന്നു, ഇല്ല. ആമേൻ. നമ്മുടെ ജ്ഞാനവും നമ്മുടെ കഴിവും ഒന്നും നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ കണ്ടെത്തുവാൻ പര്യാപ്തമല്ല, അതിനെ അതിജീവിക്കുവാൻ പര്യാപ്തമല്ല. ആമേൻ. പോകേണ്ട ശരിയായ വഴിയിലൂടെ ഇന്ന് ഞാനും നിങ്ങൾ പോകണമെങ്കിൽ അതിന് ദൈവം തമ്പുരാൻ, നമ്മുടെ മഹാ ഇടയനായ ദൈവം നമുക്ക് വഴി കാണിച്ചു തന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. സ്തോത്രം. ആടിന് മാത്രമല്ല, നമുക്കും ആമൻ ഇടയൻ്റെ ശബ്ദം അനിവാര്യമാണ്. എങ്കിലേ നമുക്ക് ശരിയായ പാതയിൽ പോകാൻ പറ്റൂ. എന്തുകൊണ്ടാ നിരന്തരം ദൈവശബ്ദം കേൾക്കണം? അതിൻ്റെ ഉത്തരം
നിരന്തരമായി ശത്രുക്കളുടെ ആക്രമണം ഒരാടിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. എപ്പോ വേണമെങ്കിലും പതിയിരുന്ന് ഇതിന് മേലിലേക്ക് ചാടി വീഴാൻ, അല്ലെ, ജീവിതം തീർക്കാൻ കരുത്തുള്ള, അല്ലെ, വലിയ മൃഗങ്ങൾ, ക്രൂര ജന്തുക്കൾ ഈ ആടിന് ചുറ്റും ഉണ്ട്. ഇടയന്റെ ശബ്ദമില്ലെങ്കിൽ, പോകേണ്ട വഴി പറഞ്ഞു തരുന്ന ഇടയന്റെ ശബ്ദമില്ലെങ്കിൽ, മുന്നറിയിപ്പ് നൽകുന്ന ഇടയന്റെ ശബ്ദമില്ലെങ്കിൽ ആട്, അല്ലേ, അവിടെ തീരും. ശത്രുവിന്റെ ആക്രമണത്തിൽ തകർന്നു പോകും. ഇന്ന് പകൽക്കാലം എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ദൈവശബ്ദം നിരന്തരം കേൾക്കണമെന്ന് പറയാനുള്ള കാരണം, പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അവന്റെ തന്ത്രങ്ങൾ അത്ര ശക്തമായി എനിക്കും നിനക്കും വിരോധമായി അവൻ പ്രവർത്തിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്ക് നമ്മുടെ നല്ല ഇടയനായ ദൈവത്തിന്റെ ശബ്ദം അവൻ നമ്മളെ സംരക്ഷിക്കുക, നമുക്ക് വഴി പറഞ്ഞു തരുവാൻ, അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് തരുന്ന ദൈവശബ്ദം എല്ലാ ദിവസവും കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ആമേൻ, ഞാനും നിങ്ങളും അപകടത്തിലാകും. ജീസസ് അതുകൊണ്ടാ പറഞ്ഞത് ദൈവശബ്ദം നിരന്തരം കേൾക്കണം, നിരന്തരം കേൾക്കണം. മാത്രമല്ല, ഈ ആത്മജീവിതം എന്ന് പറയുന്നത് ദൈവശബ്ദം അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാ. എല്ലാ ദിവസവും ദൈവശബ്ദം കേൾക്കണമെന്ന് പറയാൻ കാരണം, ഈ ആത്മജീവിതം എന്ന് പറയുന്നത് പഴയ കണക്കിൽ മുന്നോട്ട് പോകേണ്ട ജീവിതമല്ല. അതായത് ഇന്നലെ ദൈവം എന്നോട് സംസാരിച്ചു, ആ ശബ്ദം മതി ഇനി ജീവിതം മുഴുവനും എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരിടത്ത് നിൽക്കുകയല്ലോ, നമ്മുടെ ആത്മജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സാഹചര്യങ്ങൾ മാറുക, അല്ലെ, അവസ്ഥകൾ മാറുക, വെല്ലുവിളികൾ മാറുക, പോരാട്ടങ്ങൾ മാറുകയാ. ഇന്നലെ കേട്ട പ്രസംഗം പോരാ കേട്ടോ, കഴിഞ്ഞ മാസം കേട്ട ദൂതും കൊണ്ട് മാത്രം പോരാ, കഴിഞ്ഞ വർഷം കേട്ട ദൂത് പോരെന്നേ, കഴിഞ്ഞ മാസം കേട്ട ദൂത് പോരാ. ഇന്ന് പകൽക്കാലം അവൻ നിലനിൽക്കണമെങ്കിൽ, ഇന്ന് പകൽക്കാലം ജയം പ്രാപിക്കണമെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപ ഏറ്റെടുക്കണമെങ്കിൽ, ഇന്ന് പകൽക്കാലം നിലനിൽപ്പിന്റെ ആധാരം ഇന്ന് പകൽ കേൾക്കുന്ന ദൈവ ശബ്ദമാണ്. ഓ ജീസസ്, ശിഖരബ അർച്ചരാധരാരഗച്ഛനി അതുരജഗന ഘടക. എത്ര പേർക്കെന്ന പകൽക്കാലം ദൂത് മനസ്സിലാകുന്നുണ്ട്? കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട ദൈവശബ്ദമൊക്കെ നല്ലതാ, അത് അന്ന് നിർത്തി നടത്തി കൊണ്ടുവന്ന്. പക്ഷേ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുക, ഇന്നത്തെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ, ഇന്നത്തെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്ന് ദൈവ ശബ്ദം കേട്ട് എങ്ങോട്ട് പോകണം കർത്താവേ, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ ആയിരിക്കണം കർത്താവേ, ഞാൻ എങ്ങനെ ജീവിക്കണം കർത്താവേ, അവൻ ദൈവത്തിന്റെ നിരന്തര ശബ്ദം അവൻ എന്നും കേൾക്കണം. ഓരോ പ്രഭാതത്തിലും ഇന്നത്തേക്കുള്ളത് കേൾക്കണമെന്നേ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നമ്മളൊരു എന്താണ്, ഒരു മതപരമായ ഭക്തിയല്ല, അല്ലേ, ഇതൊരു റിലേഷൻഷിപ്പാണ്, ബന്ധമാണ്. അത് നിരന്തരം സംഭവിക്കേണ്ടതാ. എന്തുകൊണ്ടാണ് ഈ നിരന്തരം ദൈവശബ്ദം കേൾക്കേണ്ടത്? അതിന്റെ കാരണം, നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം അത് നിലനിർത്താൻ നിരന്തരം ശബ്ദം കേട്ടേ പറ്റൂ. ഈ ബന്ധത്തിന്റെ നിലനിൽപ്പ് നിരന്തരം സംസാരിക്കുന്നതിലൂടെയാ. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത് എപ്പോഴാ? അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ സംസാരം നിൽക്കും, ഇല്ലേ മക്കളെ? സംസാരം നിന്നാ ഓർത്തോണം, എന്തായി? തടസ്സമായി, എന്തോ പ്രശ്നമായി. പക്ഷേ ഇന്ന് രാവിലെ സംസാരിച്ചു, അതിൻ്റെ അർത്ഥം എന്താ? കുറച്ച് മുമ്പും വിളിച്ചതാണെന്നേ. അർത്ഥം എന്താ? ആ ബന്ധം ഇന്നും
ലൈവായി നിൽക്കുന്നു. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ദൈവം ഇടപെട്ടതും തിരിച്ചറിഞ്ഞിട്ട് എത്ര നാളായി? ദൈവ ഹൃദയത്തോട് സംസാരിച്ചത് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എത്ര നാളായി? അതൊന്ന് തിരിച്ചറിഞ്ഞ ദൈവശബ്ദം കേട്ടിട്ട് നാളുകളായോ? അതാ ഇന്ന് പകൽക്കാലം പറഞ്ഞത്. ദൈവം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ട് എത്ര നാളായി? താമസം ഒരുപാടായോ? വർഷങ്ങളായോ? പാസ്റ്റർ, പണ്ടൊക്കെ ദൈവം ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണോ അതിൻ്റെ അർത്ഥം? നിന്റെ റിലേഷൻഷിപ്പ് ബ്രേക്കായെന്നാ. നല്ല ബന്ധമാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സംസാരിച്ചുകൊണ്ടേയിരിക്കും. സംസാരം നിർത്തിയാൽ ബന്ധം നിന്നു. അപ്പോൾ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അത് സജീവമായി നമ്മൾ മരണം വരെ നിൽക്കേണ്ടതാണ്. മരണം കൊണ്ട് തീരുന്നില്ല, മരണത്തിനപ്പുറം പോകുന്നതാണ്. അതെന്നും നിലനിൽക്കണമെങ്കിൽ എന്നും ദൈവശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. സാത്താൻ്റെ മുഖത്ത് നോക്കി യേശു കർത്താവ് പറഞ്ഞ വാക്കുകളാ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, അവൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് അവൻ പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരം, നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരം അവിടുത്തെ ശബ്ദമാണ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം അവന്റെ ശബ്ദം കേൾക്കാത്തവർ, അവന്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്തവർ, ഇടപെടുന്ന ശബ്ദം എന്നോട് ഇടപെടുന്ന വചനമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിഹാരം ഇന്ന് പകലുണ്ടാക്കണം. കാരണം ബന്ധം ഇത് ജീവാകാലത്തിനപ്പുറം നമ്മുടെ ജീവന്റെ അവസാനം വരെ നിൽക്കേണ്ടതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ ഈ ദൈവശബ്ദം കേൾക്കണമെന്ന് നമ്മളിങ്ങനെ വാശി പിടിക്കുന്നേ? എന്തിനാ ദൈവം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കണം, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും? മറ്റൊരു കാരണം, ആടുകൾ അബദ്ധത്തിൽ ചെന്ന് വീഴാറുണ്ട്, തെറ്റായ വഴിയിൽ പോകാറുണ്ട്, തെറ്റായ പാതയിൽ സഞ്ചരിക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യാറുണ്ട്. ശരിയും തെറ്റും പലപ്പോഴും നമുക്കറിയില്ല. തെറ്റിനെ ശരിയെന്ന് കരുതി ചെയ്യും. അങ്ങനെയൊക്കെ വരും അല്ലേ? സ്തോത്രം. അബദ്ധത്തിലൊക്കെ ചിലപ്പോൾ ചെന്ന് ചാടും. സ്തോത്രം. തീരുമാനങ്ങളിൽ അബദ്ധം പറ്റും, ചിന്തകളിൽ അബദ്ധം പറ്റും, ഇടപാടുകളിൽ അബദ്ധം വരാം. സ്തോത്രം, സ്തോത്രം. എന്നാൽ ദൈവശബ്ദം എന്തിനാ നിരന്തരം കേൾക്കുന്നറിയാമോ? ഇത്തരം തെറ്റുകളിൽ നിന്ന്, ഇത്തരം അബദ്ധങ്ങളിൽ നിന്ന്, ഇത്തരം പരാജയങ്ങളിൽ നിന്ന് ആമേൻ നിന്നെ രക്ഷപ്പെടുത്താനാ ദൈവം നിന്നെ നിരന്തരം സംസാരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എത്ര പേർക്കും മനസ്സിലായി? ഓ ഹല്ലേലൂയ. മകനെ, മകളെ, ആ വഴി പോകരുത്, അത് അബദ്ധമാ, അത് അപകടമാ. അവനുമായിട്ടുള്ള ബന്ധം നീ സൂക്ഷിക്കണം. ആ മേഖലയിൽ നീ ഒന്ന് മാറണം. അങ്ങനെയല്ല നീ പറയേണ്ടത്. അവൻ ഈ ശബ്ദം എന്തിനാ? നിന്നെ ആമെ തെറ്റിൽ നിന്ന് രക്ഷിക്കാൻ, നിന്നെ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കാൻ, നിന്റെ ജീവിതം ഒരു പരാജയമായി പോകാതെ, നിന്റെ ജീവിതം ഒരു തകർച്ചയായി പോകാതെ, ആമേ നിനക്ക് വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കണമെങ്കിൽ നിന്റെ തീരുമാനങ്ങളിൽ തെറ്റുണ്ടാവാതിരിക്കാൻ, നിന്റെ പ്രവൃത്തിയിൽ തെറ്റുവരാതിരിക്കാൻ, ആമേ നീ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ ദൈവശബ്ദം അനിവാര്യം. ചിലപ്പോഴേ നമ്മൾ ക്ഷീണിച്ചു പോവും, മടി വരും, ക്ഷീണം വരും. പ്രാർത്ഥിക്കണമെന്നൊക്കെ അറിയാമെങ്കിലും ചിലപ്പോൾ എന്തു ചെയ്യും? ഇന്നലെ പറഞ്ഞതുപോലെ അല്ലേ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം. അപ്പം ഈ ബലഹീനതയൊക്കെ കൊണ്ട് ഉഴപ്പുകളൊക്കെ വരും. ഞാനിങ്ങനെ രാവിലെ ചിന്തിക്കരുത്, ഉഴപ്പുകളൊക്കെ വരും. ചിലപ്പോൾ നിരാശ കയറി വരും. നിരാശ വരത്തില്ലേ? ഭയങ്കര നിരാശയൊക്കെ വരും. നിരാശ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് നിരാശ. അപ്പം ഇങ്ങനെയൊക്കെ വന്ന് നമ്മൾ തകർന്നിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ദൈവം അന്നേരം ഇടപെട്ടില്ലെങ്കിൽ
അമ്മമ്മ ആലയത്തിൽ വന്നത് നിരാശപ്പെട്ട ഇല്ലയോച്ചാ, ക്ഷീണിച്ചാ വന്ന്. ആ സമയത്ത് ദൈവം നിന്നോട് ഇടപെട്ടില്ലെങ്കിൽ, ജീസസ് സ്തോത്രം, തകർച്ചയുടെ ആഴത്തിലൊക്കെയായിരുന്നത്. തെറ്റായ ചിന്തകൾ തലയ്ക്കകത്തൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ആകെ ഒരു മന്ദത. എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ആരാധിക്കുന്നത്, പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടി, അല്ലേ? സ്തോത്രം. ചൂലച്ചെടിയുടെ തണലിൽ കിടന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ മരിക്കുന്നതാ നല്ലത്. ആമൻ. മരണം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന അനുഭവങ്ങൾ, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ, അല്ലേ, ആത്മമണ്ഡലം തകർത്ത്, പ്രാർത്ഥനാ ജീവിതം തകർന്ന്, ആരാധനയിൽ മടുപ്പ് വന്ന്, അങ്ങനെ ആകെ പ്രതിസന്ധിയിലിരിക്കുമ്പോൾ ഒറ്റ ദൈവശബ്ദം അത് നിങ്ങളെ തട്ടി എഴുന്നേൽപ്പിക്കും. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വചനം മനസ്സിലാകുന്നുണ്ട്? ഇതിനങ്ങനെ ഒരു ശക്തിയുണ്ട്. ക്ഷീണിച്ചിരിക്കുന്നവന് ബലം കൊടുക്കുന്നതാ കർത്താവിൻ്റെ വചനം. ഏലിയാവേ, നീ നിരാശപ്പെടണ്ട. നീ ഇവിടെ കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കണ്ട. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? എന്തിനാ അമ്മാമ്മ ദൈവവചനം എന്നും കേൾക്കുന്നേ? നിന്റെ തെറ്റായ ചിന്താഗതിയും കൊണ്ട് ഇനി രക്ഷയില്ല, ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആത്മാവ് പറയോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരാൻ പോകുന്നു. നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കില്ല. നീ മുന്നോട്ടൊന്ന് പോകാൻ തീരുമാനിച്ചാൽ, വിശ്വാസത്താൽ നീ നിന്റെ കാലെടുത്തൊന്ന് വെക്കാൻ തീരുമാനിച്ചാൽ, ആമേൻ, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷം? ഇതാ ദൈവശബ്ദം ആളുകളെ ശക്തീകരിക്കുന്നതാ, ആത്മീക ക്ഷീണം മാറ്റുന്നതാ, മന്ദത മാറ്റുന്നതാ, പ്രാർത്ഥനയിലെ അലസത മാറ്റുന്നതാ. ആമേൻ, സ്തോത്രം. ദൈവികമായ വിഷയത്തിലെ നിന്റെ പരിമിതികളെ പരിഹരിച്ച് ആത്മാവിൽ കരുത്തോടെ ജീവിക്കാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവശബ്ദമാ. ക്ഷീണിച്ചു പോകുന്നവന് ബലം നൽകുന്ന, ആമേൻ, സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിനായി ഇന്ന് പകൽക്കാലം ഞാൻ സ്തോത്രം ചെയ്യുകയാ. ക്ഷീണത്തോടെ, തളർച്ചയോടെ, തകർച്ചയോടെ, ആമേൻ, ആത്മാവിൽ, ആമേൻ, എന്തെങ്കിലും നിലയിൽ ഭാരപ്പെട്ട് ആരെങ്കിലും ഈ കൂട്ടായ്മയിൽ ഇന്ന് രാവിലെ സംബന്ധിക്കുന്നെങ്കിൽ നിങ്ങളോട് ആത്മാവിന് പറയാൻ ഒരു ദൂതുണ്ട്. ദൈവത്തിന്റെ ശബ്ദം നിന്നെ ധൈര്യപ്പെടുത്തുന്ന ശബ്ദമാ. കർത്താവ് പറയുക, എഴുന്നേൽക്കുക. ജീസസ്. എത്രപേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ ദൈവം നമ്മോട് നിരന്തരം സംസാരിക്കും. ഈ സംസാരിക്കുന്ന ശബ്ദം കേട്ടില്ലെങ്കിലുള്ള കുഴപ്പമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് മനസ്സിലായി. അത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവ ശബ്ദം കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ കേൾക്കണം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ദൈവം സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ, അവരെ കുറിച്ച് പറയുന്നത്, ഞങ്ങൾ സംസാരിച്ച വചനം നിങ്ങൾ കേട്ടു, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനവുമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ വിശ്വസിച്ചവരായ നിങ്ങളിൽ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവവചനത്തിലൂടെ ദൈവം എന്നോട് ഇടപെടുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ വയ്യ. നിങ്ങൾക്കിപ്പോൾ പ്രവാചകം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് ദൈവശബ്ദമാണെന്ന് നിങ്ങൾ പെട്ടെന്ന് പറയും, ആ സത്യമാണ് പാസ്റ്ററെ, ഇത് ദൈവശബ്ദമാണ്. പക്ഷേ ഇന്ന് പാസ്റ്റർ പ്രസംഗിച്ചത് പ്രവാചകനാ, തലയെ പിടിച്ചൊന്നും അല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞേ? ബൈബിളിലെ വചനമാണ് പറഞ്ഞത്. ഈ വചനം പറഞ്ഞാൽ അതെങ്ങനെ ദൈവശബ്ദം? ദൈവശബ്ദമാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ എന്നാലും ശരിക്കും ദൈവം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ, മകനെ, മകളെ, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലേ ഞങ്ങൾക്കതൊരു ദൈവശബ്ദമായിട്ട്.
എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ അറിയണം, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ, പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ ആലയത്തിനകത്ത് വന്നിരുന്ന കർത്താവേ എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ വചനത്തിലൂടെ എന്നോട് ഇടപെടണമെന്ന് പറഞ്ഞ് ആത്മാവിൽ ഒരുക്കത്തോടെ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവരോടും അവൻ്റെ വിശുദ്ധ വചനത്താൽ ദൈവം നമ്മളോട് സംസാരിക്കും. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരാനിടയായിത്തീരുക. വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുമ്പോഴാകട്ടെ, പ്രസംഗം കേൾക്കുമ്പോഴാകട്ടെ, ആ വചനത്തിലൂടെ വ്യക്തിപരമായി ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തോട് ഇടപെടാൻ ഈ ദൈവത്തിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം അവിടുത്തെ വിശുദ്ധ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. സ്തോത്രം. വചനത്തിന് 2 തലങ്ങളുണ്ട്. വചനം അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതിലൊന്ന് ലോഗോസ് എന്ന് പറയുന്നതാണ്, എഴുതപ്പെട്ട വചനം. എഴുതപ്പെട്ട വചനം ലോഗോസ്. എന്നാൽ വചനത്തിന് രണ്ടാമതൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അതിന് റീമ എന്ന് പറയും. എന്താ റീമ? റീമ എന്ന് പറഞ്ഞാൽ കൽപ്പിത വചനം. എന്താണ്? ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന വചനമാണ് റീമ. സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നത് സത്യമായും ലോഗോസാണ്. മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിങ്ങൾക്ക് വരുത്തത്തില്ല. ലോഗോസാ. പക്ഷേ ഇതേ ലോഗോസ് ഞാനിവിടെ പ്രഖ്യാപിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങളുടെ അകത്ത് 1 തെസ്സലോനിക്കർ 2:13 ഒന്ന് വായിച്ചേ. ഞങ്ങൾ പ്രസംഗിച്ച വചനം ആ ഭാഗം മനസ്സിലാകാൻ വേണ്ടി ഒന്ന് വ്യാഖ്യാനിക്കാം. 1 തെസ്സലോനിക്കർ 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ടോ? വിശ്വസിക്കുന്ന നിങ്ങളിൽ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. അയ്യോ, പാസ്റ്റർ പറയുന്നത് മനുഷ്യന്റെ വചനമല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. പൗലോസിന്റെ വചനമല്ല, പത്രോസിന്റെ വചനമല്ല, യാക്കോബിന്റെ വചനമല്ല. ഇത് സാക്ഷാലാകുന്നത് പോലെ ദൈവം തമ്പുരാന്റെ വചനമാണെന്ന്, ദൈവത്തിന്റെ ശബ്ദമാണെന്ന് ആമേൻ അത് കേട്ട് ഇത് എന്നോടുള്ള ദൂതാണ്, എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുക, എനിക്കുള്ള വാഗ്ദത്ത വചനമാണെന്ന് അകത്തിരുന്ന് പരിശുദ്ധാത്മാവ് പറയുക. മകളെ നീ അത് പിടിച്ചോ, മകനെ നീ അത് പിടിച്ചോ, നിന്നോടുള്ള വചനമാ, നിന്നോടുള്ള ആലോചനയാണെന്ന് അകത്ത് സംസാരിക്കുന്നതായി ബോധ്യപ്പെടുമ്പോ ലോഗോസ് എന്ന് പറയുന്ന വചനം അത് റീമയായി മാറും. ഇത് നിനക്കുള്ള വചനമാ, നിന്റെ സൗഖ്യത്തിന്റെ വചനമാ, നിന്റെ വിടുതലിന്റെ വചനമാ, നിന്റെ അനുഗ്രഹത്തിന്റെ വചനമാ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന വചനമാ, നിന്റെ ചങ്ങലകളെ പൊട്ടിക്കുന്ന വചനമാ, അവൻ നിന്റെ കുടുംബത്തിന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന വചനമാ. ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ നിരന്തരം ഇടപെടുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. സ്തോത്രം, സ്തോത്രം. വിശ്വസിക്കുന്ന നിങ്ങളിൽ ആ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതാ രോഗശാന്തിയുടെ ഒരു വചനം റേമയായി കേട്ട് സ്വീകരിച്ചപ്പോ ഇതാ ആ വചനം രോഗസൗഖ്യത്തിനായി ആ ശരീരത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാ പറയുന്നത്. ഇന്ന് പകൽക്കാല അവന്റെ വചനം ജീവനുള്ള വചനമാകുക, അത് ഏറ്റെടുത്ത് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്നവരിൽ അത് രോഗശാന്തിയായി വ്യാപരിക്കുക. അവൻ ഒരു മരുന്ന് കൊണ്ടും പരിഹരിക്കപ്പെടാത്തത്, ഒരു ശസ്ത്രക്രിയയാലും പരിഹരിക്കപ്പെടാത്തത്, ലോകത്തിൽ ആർക്കും പരിഹരിക്കാൻ പറ്റാത്തത് ഈ വചനം പരിഹരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ദൈവം നമ്മോട് നിരന്തരം സംസാരിക്കും. അതിന് ലോഗോസ് റീമയായി നമ്മിൽ വരണം. റീമയായി നമ്മിൽ വരണമെങ്കിൽ വെറുതെ കേട്ടിരുന്നാൽ പോരാ. കർത്താവേ, അടിയനിതാ
അടിയനോട് ഇന്ന് അരുളി ചെയ്യണമേ, അടിയനോട് സംസാരിക്കണമേ, അടിയൻ്റെ ഉള്ളത്തോട് ഇടപെടണമേ, എനിക്കുള്ള വചനത്തെ നൽകണമെന്ന് പറഞ്ഞ് ആമേൻ ദൈവവചനത്തിനായുള്ള ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ദൈവമുഖം അന്വേഷിക്കുന്നവർക്കാണ് റൈമ ലഭിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന അടിസ്ഥാന കാര്യം വചനമാണ്. വചനത്തിലൂടെ എന്ത് ചെയ്യും? തൻ്റെ മക്കളോട് ഇടപെടും. വചനത്തിൽ കേൾക്കുമ്പോൾ അത് റൈമയായി നമ്മൾ സ്വീകരിക്കാൻ ഒരുക്കത്തോടെ ഇരുന്നാൽ അത് നമ്മിൽ വ്യാപരിക്കും, അനുഗ്രഹമുണ്ടാകും. ഇനി ദൈവം സംസാരിക്കുന്ന മറ്റൊരു മേഖല നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയെന്ന് പറയാം. ആത്മാവ് നമ്മോട് ഇടപെടും. അത് ആത്മാവിൻ്റെ ഇടപെടല. ചില കാര്യങ്ങൾ ചെയ്യാൻ തോന്നുമ്പോൾ, ചില കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അയ്യോ അത് വേണ്ട, അത് തെറ്റാണെന്ന് തോന്നും. അങ്ങനല്ല അത് ചെയ്യേണ്ടത്. സ്തോത്രം. അത് ശരിയായ പാത അല്ല. ആത്മാവുമായി നിരന്തരം സമ്പർക്കത്തിലുള്ളവർക്കുണ്ടാകുന്ന അനുഭവമാണ്. വചനം പറയുന്നത് വഴി ഇതാകുന്നു മകനെ മകളെ എന്ന ശബ്ദം കേൾക്കുമെന്ന പുറകിൽ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇത് ആത്മാവിൻ്റെ പ്രേരണയാണ്. കർത്താവ് പറഞ്ഞു, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ അയക്കും, അവൻ വന്ന് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞു, ആസ്യയിൽ വചനം പ്രസംഗിക്കരുത്. കേട്ടോ? ചില വിലക്കുകൾ, സ്തോത്രം, ചില നിയോഗങ്ങൾ, സ്തോത്രം, ചില പ്രേരണകൾ, ഇതിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടും. ഇന്ന് പകൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് പകൽ ആ നിയോഗങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്? എത്ര പേരോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ട്? ആ വാക്ക് നീ പറയരുത്. അവൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഇന്നയാൾക്ക് വേണ്ടി അല്പസമയമൊന്ന് സ്തോത്രം ചെയ്യ്. ആ വഴിയെ പോകണ്ട, ഇതുവഴി പോ. ഇന്ന് പകൽ നിങ്ങളെ ആമൻ നേരെ നടത്തുന്ന ആത്മാവിൻ്റെ പ്രവൃത്തിക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹോളി സ്പിരിറ്റുമായി, പരിശുദ്ധാത്മാവുമായി നിരന്തര സമ്പർക്കത്തിൽ ജീവിക്കാമെങ്കിൽ തിരുവെഴുത്ത് പറയുക, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. സ്തോത്രം, സ്തോത്രം. അപ്പൊ ദൈവം നമ്മോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. വചനത്തിലൂടെ സംസാരിക്കും. അത് റൈമയായി ദൈവം നമുക്ക് നൽകാൻ പ്രാർത്ഥനയോടെ ഇരുന്നാൽ അത് അനുഗ്രഹമാവും. 2, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും ചിന്തകളിലൂടെ, പ്രേരണകളിലൂടെ, അല്ലേ, നിയോഗങ്ങളിലൂടെ, സ്തോത്രം. അതിനപ്പുറം അങ്ങോട്ട് പോയാൽ ദർശനങ്ങളിലൂടെ, കാഴ്ചപ്പാടുകളിലൂടെ, വെളിപ്പാടുകളിലൂടെ ഒക്കെ ആത്മാവ് നമ്മോട് ഇടപെടും. സ്തോത്രം. ആമേൻ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേർഷൻ നമുക്കെല്ലാം അറിയാവുന്നതാണ് പ്രവചനം. സ്തോത്രം. അത് മറ്റൊരാൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. അത് വളരെ കെയർഫുൾ ആയിരിക്കണം ആ കാര്യത്തിൽ. ഈ പറയുന്ന എല്ലാ പ്രേരണകളെയും ആത്മാവ് പറയുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കുന്നത് നിങ്ങൾ വചനത്തിലൂടെ ആയിരിക്കണം. സ്തോത്രം. ഇന്ന് രാവിലെ ഒരു തോന്നലുണ്ടായെന്നും പറഞ്ഞ് എല്ലാ തോന്നലുകളും ചെയ്യാൻ നിൽക്കരുത്. ആമൻ പ്രാർത്ഥിച്ചു വചനത്തിലൂടെ അതിനൊരു സ്ഥിരീകരണം നേടിയിരിക്കണം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പാസ്റ്ററെ, ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നവരോട് ആത്മാവിൽ ഞാൻ പറയുന്നു, ദൈവം വളരെ കോമണായി എല്ലാവരോടും സംസാരിച്ചിരിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ. സ്തോത്രം, സ്തോത്രം. സാമ്പത്തിക പ്രശ്നമായിരിക്കാം. ആ സാമ്പത്തിക പ്രശ്നം നിന്റെ ജീവിതത്തിൽ വന്നെങ്കിൽ അതിലൂടെ ദൈവത്തിന് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം അറിയാതെയല്ല ഒന്നും സംഭവിക്കുന്നത്. ഇന്ന് പകൽക്കാലം രോഗമാണോ? സ്തോത്രം, സ്തോത്രം. ആ രോഗത്തിലൂടെ ദൈവത്തിന് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അത് ദൈവത്തോട് ചോദിക്കണം. ഒരു പക്ഷേ ദൈവം എന്തിനാണ് ഇങ്ങനെ ഒരു രോഗം എനിക്ക് അയച്ചു തന്നത്? പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു ശൂലം കൊടുത്തു. വെറുതെ ആണോ? ദൈവത്തിന് ഉദ്ദേശമുണ്ട്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിഗളിച്ചു പോകാതിരിക്കാനാ. സ്തോത്രം, സ്തോത്രം. ചിലപ്പോൾ ബാലശിക്ഷയായി നാം ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കേണ്ടതിന്, ദൈവിക വിശുദ്ധി പ്രാപിക്കേണ്ടതിന്
സ്തോത്രം, സ്തോത്രം. കൂടുതൽ താഴ്മ ധരിക്കുവാൻ, കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് ഒത്തിരി അടുക്കാൻ. ഓരോരുത്തർക്കും വ്യത്യാസമാണ് കേട്ടോ. ഞാൻ ഇന്നയാൾക്ക് ഇന്നാണെന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക്. ദൈവമേ, എൻ്റെ ഈ സാഹചര്യത്തിലൂടെ ദൈവം എന്താണ് എന്നോട് ഇന്ന് രാവിലെ സംസാരിക്കുന്നത്? എൻ്റെ സാമ്പത്തിക തകർച്ച, എൻ്റെ ഈ രോഗാവസ്ഥ, എൻ്റെ ജീവിതത്തിൽ പല തടസ്സങ്ങൾ വരുന്ന കർത്താവേ, മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല. വഴി തടയപ്പെട്ടതുപോലെ ഒത്തിരി തടസ്സങ്ങൾ മുമ്പിലുണ്ട്. എന്താ കർത്താവേ ഇതിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നത്? എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്? ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം? എൻ്റെ ജീവിതത്തിൽ ഈ താമസം, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ചില വിഷയങ്ങൾക്ക് മറുപടി തരുന്നില്ലെങ്കിൽ ഇന്ന് പകൽ ചോദിക്കണം, ദൈവമേ എന്താ അങ്ങേക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? അതിലൂടെയൊക്കെ ദൈവത്തിന് ചിലത് സംസാരിക്കാനുണ്ട്, ദൈവത്തിന് ചിലത് ഇടപെടാനുണ്ട്. സ്ഥാനഭയത്താൽ ഞാൻ വിശദീകരിക്കുന്നില്ല, വലിയ സബ്ജക്റ്റാണ്. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. യോസഫിനോട് ചോദിച്ച്, യോസഫ് ആഗ്രഹിച്ചതാ, അവൻ എത്രയും പെട്ടെന്ന് എനിക്ക് ഈ കാരാഗ്രഹത്തിൽ ഒന്ന് പുറത്ത് കടക്കണം. അതുകൊണ്ട് അവൻ അവിടെ വന്ന പാനപാത്രവാഹകനോട് അവൻ അപേക്ഷിച്ചു, എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം, അങ്ങ് ചെന്ന് പറയണം, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു തന്നത് ഞാനാണെന്ന് പറഞ്ഞ് ഞാനിവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണം. പക്ഷെ വചനം പറയുന്നു, 2 കൊല്ലത്തേക്ക് പാനപാത്രവാഹകനത് മറന്നുപോയി. യോസഫ് ചോദിച്ചോ ദൈവസന്നിധിയിൽ? നിശ്ചയമായും ചോദിച്ചാണ്, എന്താ കർത്താവെന്ന്. യോസഫിനെ ആ 2 കൊല്ലം കൂടെ ദൈവം അതിനകത്ത് ഇട്ടതിൻ്റെ കാരണം ഇന്ന് നമുക്കറിയാം. യോസഫിന് പിന്നീടത് മനസ്സിലായി. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിച്ചവനല്ല, ദൈവം ദോഷത്തിനായിരുന്നില്ല, തകർക്കാൻ വേണ്ടി ആയിരുന്നില്ല. തമ്പുരാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവൻ മിസ്രൈമിലെ മന്ത്രിസ്ഥാനത്ത് അവനെ കൊണ്ടിരുത്താൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ദൈവം അവൻ ആ തടസ്സം വരുത്തിയത്. അവൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ചില വഴികൾ അടഞ്ഞിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, അവൻ ദൈവമേ ഈ വഴി അടച്ചത് നീയാണോ? എന്തിനാ ഈ വഴി അടച്ചത്? അവൻ എന്തിനാ എൻ്റെ ശുശ്രൂഷയിൽ ഈ വഴി അടഞ്ഞു നിൽക്കുന്നത്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വഴി നീ തുറക്കാത്ത എന്തുകൊണ്ടാ? ഈ വഴി അടഞ്ഞിരിക്കുന്നല്ലോ കർത്താവേ. എന്തിനു വേണ്ടിയാ ഈ തടസ്സങ്ങള്? എന്തിനു വേണ്ടിയാ അവൻ ഈ പ്രതിസന്ധികള്? ഇന്ന് പകൽ ചോദിക്ക്, ദൈവത്തിന് അതിലൂടെ നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്, ദൈവത്തിന് നിന്നോട് ഇടപെടാനുണ്ട്. എത്ര പേർ അടുത്തു ചെന്ന് ചോദിക്ക്, ദൈവമേ എന്നോട് ഇടപെടണമേ. നമ്മൾ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളെ പ്രോബ്ലമായിട്ടാണ് കാണുന്നത്, അല്ലേ? പക്ഷെ അതിനകത്തൊരു ദൈവത്തിൻ്റെ മെസ്സേജ് ഉണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുക. സ്തോത്രം. ഉപവാസവും പ്രാർത്ഥനയും അതിനൊക്കെ അമ്മമ്മേ, തടസ്സം മാറാനല്ല, തടസ്സമൊക്കെ ദൈവം മാറ്റും. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം? ഈ തടസ്സത്തിലൂടെ, ഈ പ്രതിസന്ധിയിലൂടെ, ഈ പ്രതികൂലത്തിലൂടെ അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങയുടെ ശബ്ദം എന്താണ്? അങ്ങനോട് സംസാരിക്കുന്ന മെസ്സേജ് എന്താണ്? അത് കേൾക്കാൻ ഇന്ന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അധികാരമുള്ള യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ജയമെടുക്കുകയാണ്. ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ എന്തിനാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ 119-ാം സങ്കീർത്തനം 67-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, വായിക്കാം. 119-ന്റെ-67. കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ ആരായി? ഞാൻ തെറ്റിപ്പോയി. ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. അപ്പോൾ ഈ കഷ്ടതയുടെ ഉദ്ദേശം എന്തുവായിരുന്നു? നീ തെറ്റിപ്പോയിടത്ത് നിന്ന് നിന്നെ മടക്കിക്കൊണ്ടുവന്ന് അവൻ്റെ വചനം പ്രമാണിക്കുന്നവളാക്കി നിന്നെ മാറ്റാൻ. സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പിന്നിലും അതുപോലെ ദൈവത്തിന് പല കാരണങ്ങൾ കാണും. ചില വാതിലുകളൊക്കെ അടയുമ്പോഴാണ് നമ്മൾ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നത്. ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. ജീസസ്. ചില വാതിലുകൾ അടയുമ്പോഴാ. സ്തോത്രം.
ദൈവം നമ്മോട് സംസാരിക്കും. പൗലോസിന് മുമ്പിൽ ചില വാതിലുകൾ അടച്ചെങ്കിലും, അല്ലേ, ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞില്ലേ? സ്തോത്രം, സ്തോത്രം. വഴി അടഞ്ഞെങ്കിലും ദൈവം അവന് വേണ്ടി വിശാലമായ ഒരു വഴി പിന്നീട് തുറന്നു, അല്ലേ? മാസിഡോണിയൻ കോള് കേട്ടിട്ടുണ്ടോ? മക്കതോനിയക്കാരനായ പുരുഷൻ നിന്നുകൊണ്ട് വിളിച്ചു, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക. യൂറോപ്പിലേക്ക് ദൈവം പൗലോസിനെ അയച്ചു. അപ്പോൾ ഒരു വഴി അടഞ്ഞപ്പം ദൈവം തന്നെ അടച്ചത്. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിച്ചു ദൈവം എന്തിനാ ഇത് അടയ്ക്കുന്നത്, നമുക്കറിയില്ല. പക്ഷെ ദൈവം മെച്ചമായ ചില വഴി തുറക്കാൻ വേണ്ടിയാണ് അത് അടച്ചത്. ദൈവം നമ്മോട് സംസാരിക്കുന്നതല്ലേ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവരോട് പറയുന്നു, നിന്റെ ചില വഴികൾ ദൈവം അടച്ചതായി നിനക്ക് തോന്നുന്നെങ്കിൽ നീ ക്ഷീണിക്കണ്ട, ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. മെച്ചമായ ചിലത് ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറക്കും. നമുക്ക് വേണ്ടി ദൈവം തുറക്കും. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മോട് ഇടപെടുന്ന ദൈവമാണ്. ആമേൻ. ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. ദൈവശബ്ദം നാം തിരിച്ചറിയണം. പല നിലയിൽ ദൈവം സംസാരിക്കും. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ സംസാരമൊക്കെ നമ്മളോട് വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് കേൾക്കുന്നില്ല? അതിൻ്റെ ഉത്തരം ദൈവശബ്ദം കേൾക്കാനുള്ള വിശ്വാസം നമുക്ക് പോകുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ദൈവശബ്ദം കേൾക്കാനുള്ള വിശ്വാസം പോയി. ദൈവമായി എന്നോട് ഇടപെടുന്നതെന്ന് നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണമുണ്ട്. തടസ്സങ്ങൾ, പ്രതിസന്ധികളിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവം ഇടപെടുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സിൽ വേറെ ചിന്തയാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ പൗലോസിൻ്റെ ഭാഗത്ത് നമ്മളെ ചിന്തിച്ച് നോക്കുക. നമുക്ക് ആസിയയിൽ പ്രസംഗിക്കണം, അങ്ങനെ പ്രസംഗിക്കണമെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ദൈവം പറയുക നീ അവിടെ പ്രസംഗിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും ശാസിക്കും. ദൈവശബ്ദമൊന്നും അല്ല. നല്ല കൊച്ചിന് നല്ലൊരു ആലോചന വന്നപ്പം ദൈവം അതിനകത്ത് എന്ത് ചെയ്തു? ദൈവം പറയുക അത് വേണ്ട. ദൈവം അത് തടഞ്ഞപ്പോൾ നമ്മൾ പറയുക അയ്യോ അത് ദൈവശബ്ദമൊന്നും അല്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഏറ്റവും മെച്ചമായി കരുതുന്നവനാ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെയല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ നിരൂപണങ്ങൾ ഇന്നവയൊന്ന് ഞാൻ അറിയുന്നു. അതെന്തല്ല? തിന്മയ്ക്കുള്ളവ അല്ല, അത് നന്മയ്ക്കുള്ളതാണ്. ഈ ശബ്ദം നമ്മൾ കേട്ടേ പറ്റൂ. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ നിലയിൽ ദൈവം സംസാരിക്കുമെന്ന് പറഞ്ഞു. ഇനി പ്രശ്നം പരിഹരിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ദൈവം സംസാരിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്? അതിലൊന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ദൈവശബ്ദം, അനേക ശബ്ദങ്ങളുടെ ഇടയിൽ ദൈവശബ്ദത്തെ നമ്മൾ അവഗണിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. ഒരു ശബ്ദമൊന്നുമല്ല കേൾക്കുന്നത്. ഒരേ വിഷയത്തിൽ നൂറുകണക്കിന് ശബ്ദം നമ്മൾ കേൾക്കും. ഒരു വിഷയത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നൂറുകണക്കിന് അഭിപ്രായങ്ങൾ കേൾക്കത്തില്ലേ? സ്തോത്രം. ബന്ധുക്കൾ പറയും, ചാർച്ചക്കാർ പറയും, അവർ പറയും, ഇവർ പറയും. നമ്മുടെ തന്നെ അകത്ത് പല ചിന്തകളുണ്ട്. ഈ ശബ്ദങ്ങളുടെ ഇടയ്ക്ക് ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് പറ്റില്ല. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ശബ്ദബഹളങ്ങളുടെ ഇടയിൽ ദൈവശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ദൈവം ചിലപ്പോൾ ശാന്തമായി ഇടപെടുകയായിരിക്കും. ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്. ഏലിയാവിനെ ഗുഹയുടെ മുമ്പിൽ പോയി നിന്നു, അല്ലേ? അവിടെ പോയി നിന്ന് ഭയങ്കര കൊടുങ്കാറ്റ് വന്നു, ഭയങ്കര സംഭവം. അതിലൊന്നും ആരില്ലായിരുന്നു, ദൈവം ഇല്ല. അവസാനം ഒരു മൃദു ശബ്ദം. ഇന്ന് പകൽക്കാലം ചിലരുടെ ഹൃദയത്തോട് ദൈവം ഇടപെടും. ബഹളങ്ങളൊന്നും കാണുകയല്ല, ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തോട്ട് ഇടപെടും. ഞാനൊരു കാര്യം പറയാം, അതകത്തൊന്ന് ശരിക്ക് കയറിയാൽ അതുവരെയുള്ള നിരാശ ഇറങ്ങിപ്പോവും. അതുവരെയുള്ള നമ്മുടെ ടെൻഷൻ മാറും. അതാണ് ഈ ദൈവശബ്ദത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തുകൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, അനേക ശബ്ദങ്ങൾ
അനേക മുഴക്കങ്ങൾ. അതിനിടയ്ക്ക് ദൈവത്തിൻ്റെ മൃദുസ്വരം കേൾക്കാൻ നമുക്ക് പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പാപം. ദൈവം എത്ര സംസാരിച്ചാലും നമ്മൾ കേൾക്കാൻ പറ്റാത്തത് നമ്മുടെ പാപം. യെശയ്യാ 59:2 എല്ലാവർക്കും അറിയാം. വേഗം ഒന്ന് വായിച്ച യെശയ്യാ 59:2. ആ കണ്ടോ? ദൈവശബ്ദത്തിന് നമ്മുടെ അകത്തേക്ക് വരാൻ അവൻ കേൾക്കാതെ വണ്ണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ വണ്ണം നമ്മൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ പാപം. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ഒരുപാട് ശബ്ദങ്ങൾക്കിടയിൽ ദൈവശബ്ദം കേൾക്കാനുള്ള വിശേഷ കൃപ പ്രാപിക്കും. അത് വിശ്വാസമാണ്. ഈ പറഞ്ഞതൊന്നും ദൈവശബ്ദമല്ല. വലിയ വായിലൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളൊന്നും ദൈവശബ്ദമല്ല. എന്നോട് ഇന്നിപ്പം ആ വചനത്തിലൂടെ ഇടപെട്ട ശബ്ദമാണ് ദൈവശബ്ദം. അത് വിശ്വാസം വേണം. രണ്ടാമത്തെ കാര്യം, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ പാപത്തിന് പരിഹാരം വേണം. ചെറിയതോ വലുതോ എന്തുമാകട്ടെ, പാപത്തിന് പരിഹാരം വരുത്തണം. വച്ചാൽ ചെറിയ ഒരു പാപം പോലും, ചെറിയ കുറവ് പോലും ദൈവശബ്ദത്തെ തടയുമെന്ന് നിങ്ങൾ അറിയണം. മൂന്നാമത്തെ കാര്യം, നമുക്കൊക്കെ ദൈവശബ്ദം കേൾക്കാൻ പറ്റാത്തതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതം തന്നെ. ദൈവശബ്ദം കേൾക്കാൻ തിരക്കൊക്കെ മാറ്റിവെച്ച് അല്പസമയം എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ഒന്ന് ശാന്തമായിരിക്കാൻ നമുക്ക് സമയമില്ലാത്തതാണ് തമ്പുരാൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് പറ്റാത്തത്. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ഒരു കാര്യം കൂടെ, ദൈവം ആളുകളോട് സംസാരിക്കണമെങ്കിൽ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കുന്നവരോടാണ് രണ്ടാമത് സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വല്ലതും ദൈവം ആവശ്യപ്പെട്ടാൽ അതനുസരിക്കുന്നവരോട് മാത്രമേ രണ്ടാമത് ദൈവം ഇടപെടുന്നു. അതുകൊണ്ട് നമുക്കിന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ പവർ ഒന്ന് കൂട്ടണം. എന്തിനാണെന്നറിയാമോ? എന്താണ് ഈ ശബ്ദങ്ങളെ പിടിച്ചെടുക്കുന്ന അനേക ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് ദൈവശബ്ദത്തെ പിടിച്ചെടുക്കാനുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ കരുത്ത് വർദ്ധിക്കണം. അത്ര പേരാമേൻ പറയും. സ്തോത്രം, 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 സ്തോത്രം. ആ ഒരു ശക്തി വ്യാപരിക്കുമ്പോൾ നിന്നിൽ വിവേചന ശക്തി വരും. ഈ കേൾക്കുന്നതൊന്നും ദൈവശബ്ദമല്ല, ഇതാണ് ദൈവശബ്ദം. ഇന്ന് പകൽ എനിക്ക് ആശ്വാസം നൽകിയത്, സമാധാനം നൽകിയ ദൈവശബ്ദം. സ്തോത്രം, 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 സ്തോത്രം. അതിന് തടസ്സമായി ജീവിതത്തിലെ പാപങ്ങൾ, പരാജയങ്ങൾ അവനെല്ലാം ഏറ്റുപറയണം. വാക്കിലാകട്ടെ, ചിന്തയിലാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ വന്നുപോയ കുറവുകളെല്ലാം ഏറ്റുപറയണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തിരക്കൊക്കെ ഒന്ന് മാറ്റിവെച്ച് കുറച്ച് സമയം ദൈവശബ്ദം കേൾക്കാൻ ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കണം. അടുത്തത്, അങ്ങ് എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ ഇന്നനുസരിക്കും എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ദൈവം നിങ്ങളോട് വീണ്ടും സംസാരിക്കും. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കിയാട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളോട് സംസാരിച്ചു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ദൈവശബ്ദം കേൾക്കേണ്ടത് അനിവാര്യതയാണ്. എന്നും നമ്മൾ ദൈവശബ്ദം കേട്ടേ പറ്റൂ. ദൈവശബ്ദം കേൾക്കാതെ നമുക്കൊരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല. കാരണം ഓരോ ദിവസവും വെല്ലുവിളി നിറഞ്ഞ ജീവിതമാണ്. ശരിയായ വഴിയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഒരാടിന് സ്വന്തമായി വഴി തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അതിന് ഒരു ഇടയൻ വേണം വഴി കാണിച്ചു കൊടുക്കാൻ. ജീവിതത്തിലെ വെല്ലുവിളികളെക്കുറിച്ച് നമുക്ക് ബോധമില്ല, നമുക്കറിവില്ല. ശരിയായ വഴി കർത്താവ് നമുക്ക് കാണിച്ചു തരണം. ജീസസ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. ജീസസ്, ജീസസ്, ജീസസ്. നമുക്ക് വിരോധമായി പിശാച് പലതരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിരന്തരം ആടിനെ ആക്രമിക്കാൻ വന്യമൃഗങ്ങൾ കാവലിരിക്കുമ്പോൾ, ദൈവശബ്ദം സംരക്ഷണത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ദൈവശബ്ദം അനിവാര്യമാണെങ്കിൽ നമുക്കും അത് അനിവാര്യമാണ്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച കേട്ട ശബ്ദം കൊണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ എനിക്ക് ജീവിക്കണമെങ്കിൽ അങ്ങയുടെ ശബ്ദം എനിക്ക് വേണം. ജീസസ്. ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധം നിലനിൽക്കണമെങ്കിൽ എനിക്ക് ദൈവശബ്ദം കേട്ടേ പറ്റുകയുള്ളൂ. ജീസസ്.
എൻ്റെ ജീവിതത്തിലെ അബദ്ധങ്ങൾ, എൻ്റെ ജീവിതത്തിലെ തെറ്റായ തീരുമാനങ്ങൾ, തെറ്റായ ഇടപാടുകൾ കൊണ്ട് ജീവിതം തകരാതിരിക്കണമെങ്കിൽ എനിക്ക് ദൈവാലോചന കൂടിയേ പറ്റുകയുള്ളൂ. സ്തോത്രം. സാഹചര്യങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്ന, എല്ലാത്തിലുപരിയായി അവൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളാൽ, ദൂതുകളാൽ, പ്രേരണകളാൽ, ദർശനത്താൽ, വെളിപ്പാടിനകൾ നമ്മളോട് സംസാരിക്കുന്ന ദൈവശബ്ദം ഇന്ന് തിരിച്ചറിയാൻ എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവശബ്ദം കേട്ട് വിജയകരമായൊരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവരെയും ദൈവം ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കും.